അപ്പൊ അങ്ങനെ അതിലൊരു തീരുമാനമായിട്ടോ. നമ്മളെ കാത്തിരുന്നിട്ടുള്ള ഒരു പെയിന്റടിയും കഴിഞ്ഞു. ഇപ്പൊ വൈറ്റ് അടിക്കൂലേ അതേ തൊട്ടന്ന് ഒരാൾ വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്ക് തന്നെ തീർത്തിട്ട് പോയി. പിന്നെ സന്തോഷമായിരുന്നു കൂടി കൊടുത്തു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പരിപാടി കഴിഞ്ഞു. നിങ്ങളത് പെട്ടെന്ന് പോയി കാണുന്നുണ്ടോ? ഇല്ല കേട്ടോ. അപ്പൊ അടിഭാഗം സന്തോഷമായിരുന്നു, മോള് ഭാഗം വേറെ ആൾ കൂടി. അങ്ങനെ പെയിന്റിങ് അത് തീരുമാനമായി. ഇന്ന് പാറു നടന്നോ? നാളെ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കേട്ടോ നാളെ ഉഷാറാക്കി കുളിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മളത് അടുത്ത ഘട്ടം ഇനിയിപ്പോ വയറിങ് ഉണ്ട്. പിന്നുള്ളത് ഇവിടെ ഇങ്ങനെ വെക്കണ്ട പനി വെച്ചിട്ടുണ്ട്. പിടിച്ചോ ആരോ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. കാഴ്ച കാണാൻ പറ്റിയ സ്ഥലാണ്. ഞങ്ങളടുത്ത് തന്നെ ചുറ്റുപറ്റി നിക്കുള്ളേ. ഭയങ്കരല്ലേ കടന്നിറങ്ങുമ്പോ പണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ നീ പരിസരത്തേക്ക് കൊണ്ടുവില്ല. ഓർമ്മ വെച്ചോ? അപ്പൊ ഞങ്ങള് വിശേഷം എടുക്കാനേ കുറച്ചും കൂടി വൈകി. എങ്ങനെയായാലും തട്ടി മുട്ടി വൈകുന്നേരമാവും. ഇന്നിപ്പോ അപ്പൂസിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതേന്ന്. അപ്പൂന്റെ പനി ശരിക്കും ഇങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. ഓളെ ഞാൻ അടച്ചിട്ട് പൂട്ടാൻ പോവാ. പറഞ്ഞ കേൾക്കാത്ത. അപ്പൊ ഇന്ന് നാളെ പനിയായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടോ കൊണ്ടുപോയേ. അന്ന് കൊണ്ടുപോയിട്ട് 3 ദിവസത്തേക്ക് മരുന്ന് തന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ അവന് ഇന്നലെയും ഇന്നും ഒക്കെ ചെറുതായിട്ട് പിന്നെയും പനി വരുന്നു. അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടൂര് ഗവൺമെന്റിക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പിത്തം. അപ്പൊ മഞ്ഞപ്പിത്തം അണുബാധ എല്ലാം അതില് അറിയണം പറഞ്ഞു. അപ്പൊ നാളെ ചെന്നിട്ട് 8 വീട്ടിനോട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പേടിയാണ്. എല്ലാ പണി എടുക്കും. പക്ഷെ ഇങ്ങനത്തെ കാലത്തൊക്കെ പേടിയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. ഓന് ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കാൻ തന്നെ കാരണം അവന് ബ്ലഡ് എടുക്കുന്ന പേടിയാണ്. എല്ലാവർക്കും പേടിയാട്ടോ. ഓനെ മാത്രം കുറ്റം പറയാനൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്. അപ്പൊ പറയും വേണ്ട വേണ്ട അങ്ങനെ നിൽക്കുന്നു. പക്ഷെ അതായിട്ട് കാര്യമില്ല കേട്ടോ. ഈ പെട്ടെന്ന് വന്ന പനി എന്താണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ബ്ലഡും പിന്നെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ അതിന് പോകണം. അപ്പോ വിശേഷം ഇന്ന് ചെയ്യണ്ടെന്ന് കരുതിയാണ്. അടയ്ക്കാനെ പറയലുണ്ട്. അപ്പൊ എന്താ വെച്ചാ കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വിടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിടേണ്ടി എഴുതിട്ട്. വീടുണ്ടാക്കണം, വീട് പണി നടന്നുകൊണ്ടിരിക്കണ കുറെ ആൾക്കാരുണ്ട്. വീടുണ്ടാക്കാൻ പ്ലാനുള്ള കുറെ ആൾക്കാരുണ്ട്. വീടില്ലാത്തവരും ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, പകുതി വീട് പണിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് അറിയാനുള്ള ആഗ്രഹമാണ് അവർക്ക്. അപ്പൊ ആഗ്രഹം അപ്പൊ നമ്മളിത് കാണുമ്പോ ഇങ്ങനെ കൂടിയാണ്. അറിയാൻ ആകാംക്ഷയാണ് എന്തൊക്കെയാ നമ്മളോട് ചെയ്തത് എന്നറിയാൻ കുറെ ഇഷ്ടം ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് അറിയിക്കാന്നുള്ളത് നമ്മൾക്കും കൂടി ഒരു സന്തോഷമാണ് നമ്മളാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യം വെള്ളി പുള്ളിയോട് അത് അറിയണ്ട്. അപ്പൊ ഞാൻ ഒന്നായിട്ട് മറിച്ചില്ല. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് അപ്പൊ അങ്ങനെ കാണിച്ചു ഒക്കെ പാടൊരു ആകാംക്ഷയില് വേണ്ട എഴുതിട്ടാണ്. നമ്മള് ചേച്ചിന്റെ ഹോസ്പിറ്റലാണ് പ്രസവത്തിന്. അപ്പൊ പ്രസവിച്ചെന്ന് പെൺകുട്ടിയെ കുട്ടീനെ അറിഞ്ഞിട്ടില്ല. പ്രസവിച്ച് എന്ന ആകാംക്ഷയോട് എന്താ പറയുക കുറെ നേരം ഞാൻ വിളിച്ചു കൊടുക്കണേ. അപ്പൊ പ്രസവിച്ചു എന്ന് പറഞ്ഞ സമാധാനായില്ലേ. പ്രസവിച്ചു തൊട്ട് എന്ത് കുട്ടിയാന്ന് അറിഞ്ഞില്ല. ഇപ്പൊ ഞമ്മള് ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ. ഒരു കോട്ട പണി ടൈൽസ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത കോട്ടിങ്. നമ്മളെ വീടിന്റെ ആദ്യത്തെ അതേ കളറിൽ മാച്ചിൽ തന്നെ വരണ്ടേ അടുത്തുള്ള. ഒരു കോട്ട അടിച്ചാൽ മതിയായിരുന്നു. 2 കോട്ട അടിച്ചാൽ പിന്നെ ഇവിടൊക്കെ നമ്മളെന്താ വെച്ചാല് ഒറ്റ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. സാധാ ഇതന്നെ മതി. ബാക്കിൽ ഇവിടെ മുന്നിൽ മാത്രം നല്ല കടിക്കാം. നമ്മളെ നാട്ടിലേക്ക് മഴ ചാറിപ്പോയി. പിന്നെ പെയ്തിട്ടില്ല കേട്ടോ. എന്നാലും മഴക്കാറുണ്ട്. ഈ സമയത്ത് ഒരു മഴയുണ്ട്, ഒരു മൂടലും ഉണ്ട്. എന്തോ പോലെ കാലാവസ്ഥ. അപ്പൊക്കെ മഴ ഉണ്ടെന്ന് പറയിട്ടോ. എന്താ പറയുക ഇങ്ങനെ മഴ ഇങ്ങനെ വന്നു അസുഖങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഈ കാലാവസ്ഥ ശരീരത്തിൽ തന്നെ ഒരു സുഖം. ആൾക്കാർക്ക് പനിയുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഞായറാഴ്ചയും കൂടിയല്ലേ. കുറെ ആൾക്കാർക്ക് പനിയാണ് പെട്ടെന്ന് പനിച്ചു എന്നൊക്കെ. അവസാന്റെ ഉപ്പച്ചിണ്ട് അവിടെ.
പച്ചി വന്നോ? നമ്മളെ വീട് വലിപ്പം കൂടിയില്ലേ? പിന്നെ ആ തല തൊട്ട് ഈ തല വരെ നമ്മളെ വീട് വലിപ്പുണ്ട്. ഇപ്പൊ ഒരു വീടിന്റെ ഇതായി ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്തോണ്ടിട്ടുണ്ട്. വീടിന്റെ കളറ് വെള്ളം കൂടി അടിച്ചപ്പോ നല്ല വലിപ്പം തോന്നാ വീടിന്. കണ്ണുകൾക്കൊന്നും നമ്മക്കൊന്നും എപ്പൊ തോന്നുന്നുണ്ട് കളറായപ്പോഴേ വെള്ള കളറായപ്പോഴേ. ഇനിയിപ്പോ അതങ്ങനെ 2 ദിവസം കൂടി നനയ്ക്കാണ്ട് ഇന്ന് 4ാമത്തെ ദിവസല്ലേ. നമുക്ക് എങ്ങനെയായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ വീടിന്. ഇനിയിപ്പോ ഇതിന് ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് സിമെന്റ് അത് കഴിഞ്ഞിട്ട് സിമെന്റ് അടിച്ചാലും ഞാനീന്റെ വർക്ക് ടൈൽസും പണി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. ടൈൽസ് സമയം എത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാന്നറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കേട്ടോ. ഇനിയുള്ള പണികളൊക്കെ ഇങ്ങനെ വരിക്ക് വരും. ഞങ്ങൾ വിചാരിച്ചേ ഇനി ഒരു പണിയും കാണിക്കില്ല, ഒരുമിച്ച് ഒറ്റടിക്ക് കാണിച്ചു കൊടുക്കുക, അപ്പോഴാവും ത്രില്ലിന്ന്. പക്ഷെ അതൊന്നും നടക്കൂല. അപ്പൊക്കെ കാട്ടിക്കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്ക് നല്ല തിരക്കാവും. രാവിലെ തൊട്ട് ബിസിയാണ്, രാവിലെ തൊട്ടേ പോക്കാണ്. ഇനിയിപ്പോൾ അവിടെയൊക്കെ റെഡി ആക്കിയില്ലേ നമ്മള്? ഇവിടെയൊക്കെ അടിപൊളിയാക്കിയില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? സുഖമായിട്ടില്ല? ഇടയ്ക്കൊരു പനി വരുന്നുണ്ടല്ലേ? അത് ശരിയായിക്കോളൂ. മരുന്നിന്റെ ഡോസിൽ വിടുമ്പോ പിന്നെ നമ്മളെ അജ്മൽക്കാന്റെ കുട്ടീന്റെ ബർത്ത്ഡേ മിഞ്ഞാന്ന് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ അത് പറയാന്ന് വെച്ചാൽ ഒരു വീഡിയോ ദിവസം നമ്മൾ 2 വീഡിയോ എടുത്തു. 4 വയസ്സായ കുട്ടിയല്ലേ? 4 വയസ്സായ. അപ്പോൾ 8-ാം തീയതി ബർത്ത്ഡേ. അപ്പൊ എല്ലാരും വിഷ് ചെയ്യാ. ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇന്ന് 11-ാം തീയതി ആയില്ലേ? അപ്പൊ ഫോട്ടോ കൊടുക്കണ്ട, എല്ലാരും വിഷ് ചെയ്യാ. അജ്മൽക്കാന്റെ കുട്ടിയാണ്. അപ്പൊ അജ്മൽക്ക നമ്മളെ ഫാമിലിയിലെ ഒരാളാണ് കേട്ടോ. എന്നിട്ട് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഗൾഫിൽ നിന്ന് വട്ടത്തൂരാണ് വീട്, ഗൾഫിലായിരുന്നു. അപ്പൊ നമ്മളെ കാണാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ വീട് എനിക്ക് സഹായം തന്നിട്ടുണ്ട്. അതെ അന്ന്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിട്ട് എല്ലാരും ഒന്ന് വിഷ് ചെയ്യണേ. എല്ലാരും ഫോട്ടോ കണ്ടെന്നല്ലേ വിഷ് ചെയ്ത് നോക്കിയിരുന്നു. അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ ഇനി വരുള്ളൂ കേട്ടോ. അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഓരോ പണി കഴിഞ്ഞാലും അപ്പം എന്താ നാട്ടിൽ ഒക്കെ ഞങ്ങൾ നിന്ന് ക്ലീൻ ആക്കി ഇടും. അത് കാരണം ഭാരം അധികം ഇങ്ങോട്ട് ഇല്ല കേട്ടോ. അവിടെ കുറച്ച് മണ്ണും കൂടി ഉണ്ട്. ഇപ്പൊ തേപ്പ് കഴിഞ്ഞാലും അതിന്റെ വേസ്റ്റും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാവും അറിയോ? അതിന്റെ ചാക്കും മറ്റും കല്ലും മുട്ടി എല്ലാം കഴിയും പോലെ എല്ലാരും കൂടിയിട്ട് ഇങ്ങോട്ട് അതുമ്മക്ക് നോക്കി ഇണ്ടാണ്ടൊക്കെ ചാടി. അപ്പൂസേ അന്റെ വാഴ മുറിക്കാനായിട്ടോ. ഓനൊന്നും മുറിച്ചതിന്റെ ചോട്ടിൽ നോക്കിന്ന് അതിന് കാത്തിരിക്കാൻ പറ്റില്ല. പാൻ കൊടുക്കണ്ടേ? ഒന്നും കാട്ടണ്ട. വേണ്ട, എന്നോട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞു. തടി ഒന്നും കാട്ടണ്ട. അപ്പൊ ഇപ്പത്തെ പനിക്ക് അങ്ങനെ റെസ്റ്റ് എല്ലോടും പറഞ്ഞിട്ടുണ്ട്. വേണ്ട ഇപ്പൊ ഒന്നും ചെയ്യല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ നമ്മളെ അസുഖങ്ങളൊക്കെ. ആൾക്കാരെ വീടുകളിൽ നിൽക്കുമ്പോ കമന്റിൽ കണ്ടോ, വീടുകളിൽ നിൽക്കുമ്പോ നമുക്ക് വീടുകളിയാകുമ്പോ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവുന്നൊക്കെ പറയണ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ദേഹാസ്വസ്ഥതയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ അകത്തു കൂടെ ചെരുപ്പ് ഇടാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കാലുവേദനയ്ക്ക് ഒരു മാറ്റമുണ്ട്. പിന്നെ വീട് പണിയൊക്കെ തുടങ്ങിയപ്പോഴാണ് വന്നത് ഒന്നും അറിയില്ല. എന്താക്കെ പറഞ്ഞ നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇനി ഇന്നത്തെ ചെറിയ വിശേഷമാണ്. നാളെ നമുക്ക് പുതിയ നമ്മളെ വർക്കൊക്കെ നടന്നിട്ട് ഇനി കാണിക്കണ്ട കേട്ടോ. അല്ലാതെ നമുക്ക് ഒന്ന് പുറത്തേക്ക് അതൊക്കെ ചെയ്തു, പക്ഷെ അവിടെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ എടുക്കലില്ല. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും ക്യാമറ പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ നമ്മളെ വീട്ടിലത്തെ വിശേഷമൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യല്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇനി സ്റ്റോറി വേണമെങ്കിൽ സ്റ്റോറി ചെയ്യാം, വ്ളോഗ് ആണെങ്കിൽ വ്ളോഗ് ചെയ്യാം. സ്റ്റോറി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പൊ നാളെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് എത്തണം. നാളെ സന്തോഷം ജിമ്മിന് പോകണമെന്ന് അറിയുന്നുണ്ട്. കുറെ ദിവസമായിട്ട് 4 ദിവസമായി പോയിട്ട് ഈ രാവിലത്തെ നനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നാളെ അതിന് പോകണമെന്ന് അറിയുന്നുണ്ട്. അപ്പച്ചനും കൊണ്ടേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതൊക്കെ കാരണമാണ് എല്ലാം തകിടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും വളരെ സന്തോഷം അല്ലേ. അപ്പം നാളെ കാണാട്ടോ. എല്ലാവർക്കും ബൈ.